സ്വന്തം MLA-മാരെ ഒപ്പം നിർത്താൻ കഴിയാത്ത പ്രതിപക്ഷം എങ്ങനെ ജനങ്ങളെ നയിക്കും? ബീഹാറിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ബീഹാറിൽ ഒഴിവ് വന്ന 5-ൽ 5 സീറ്റും നേടി NDA വൻ വിജയം കൊയ്തപ്പോൾ വോട്ട് ചെയ്യാൻ പോലും എത്താതെ സ്വന്തം മുന്നണിയെ തോൽപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തെ ചില MLA-മാർ. ബീഹാറിൽ NDA-യുടെ 5 സ്ഥാനാർത്ഥികളും രാജ്യസഭയിലേക്ക് വിജയിച്ചു. ഭരണകക്ഷിയായ NDA-യുടെ മുഴുവൻ 202 MLA-മാരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തപ്പോൾ പ്രതിപക്ഷമായ മഹാസഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. നിർണായക സമയത്ത് കോൺഗ്രസിന്റെയും RJD-യുടെയും 4 MLA-മാർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. മനിഹാരിയിൽ നിന്നുള്ള മനോഹർ പ്രസാദ്, വാൽമീകി നഗറിൽ നിന്നുള്ള സുരേന്ദ്ര കുശ്വാഹ, ഫോർബക്സഞ്ചിൽ നിന്നുള്ള മനോജ് വിശ്വാസ് എന്നീ 3 കോൺഗ്രസ് MLA-മാരും ധാക്കയിൽ നിന്നുള്ള RJD MLA ഫൈസൽ റഹ്മാനുമാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഈ 4 പേരുടെ അസാന്നിധ്യം കാരണം പ്രതിപക്ഷത്തിന്റെ വോട്ട് നില കേവലം 37-ൽ ഒതുങ്ങി. ഇതോടെ NDA-യുടെ 5ാം സ്ഥാനാർത്ഥിയായ ശിവേഷ് കുമാർ 38 വോട്ടുകൾ നേടി വിജയമുറപ്പിച്ചു. RJD സ്ഥാനാർത്ഥി അമേന്ദ്ര ദാരി സിംഗിന് 37 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷ ക്യാമ്പിൽ വലിയ തോതിൽ ക്രോസ് വോട്ടിംഗ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് NDA നേതാക്കൾ പ്രവചിച്ചിരുന്നു. ആ പ്രവചനം അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. നിർണായക സമയത്ത് ഈ കോൺഗ്രസ് MLA-മാർ നിയമസഭയിലേക്കുള്ള വഴി മറന്നോ അതോ ബോധപൂർവം മാറി നിന്നതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചിരി പടർത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വെറുമൊരു രാജ്യസഭാ സീറ്റിന്റെ മാത്രം കാര്യമല്ല. ബീഹാർ രാഷ്ട്രീയത്തിൽ NDA-യുടെ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്നും മഹാസഖ്യത്തിന്റെ അടിത്തറ എത്രത്തോളം ദുർബലമാണെന്നും ഇത് കൃത്യമായി അടിവരയിട്ട് കാണിക്കുന്നു. ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സഖ്യകക്ഷികൾക്ക് സ്വന്തം ജനപ്രതിനിധികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. NDA ക്യാമ്പ് കൃത്യമായ അച്ചടക്കം പാലിച്ചപ്പോൾ പ്രതിപക്ഷം സ്വന്തം പാളയത്തിലെ പടലപ്പിടുക്കങ്ങളിൽ തട്ടി വീഴുകയായിരുന്നു. ചുരുക്കത്തിൽ ബീഹാറിലെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മഹാസഖ്യത്തിന്റെ ആഭ്യന്തര ഐക്യത്തിന്മേൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ അടയ്ക്കാൻ കഴിയാത്തവർ എങ്ങനെ ബീഹാറിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുമെന്ന ചോദ്യം ബാക്കിയാവുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.